നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 90 മിനിറ്റ് കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൻ്റെ 9 മിനിറ്റും മുന്നിൽ നിന്നിട്ട് പിന്നെ 2 ഗോളുകൾ വാങ്ങി തോൽക്കുക. ഇങ്ങനെ തോൽക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കഴിയൂ. പ്രീമിയർ ലീഗിലെ സ്റ്റാറ്റിസ്റ്റിക്സ് റെക്കോർഡ് ചെയ്യപ്പെട്ട ചരിത്രമെടുത്താൽ ഏറ്റവും വൈകി വന്ന വിജയ ഗോളാണ്. കോൾ പാൽമറുടെ ആ ഗോളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയം കൈവിട്ടു. 2 പെനാൽറ്റികളടക്കം ഹാട്രിക്കാണ് പാൽമർ നേടിയത്. ചെൽസി 4-3 വിജയിച്ച് കയറിയപ്പോൾ പാൽമറെ കൂടാതെ ഗയേഗർ അവർക്ക് വേണ്ടി ഒരു ഗോളടിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് അലയാൻഡ്രോ ഗർനാച്ചോ ഇരട്ട ഗോളുകൾ നേടി. ശേഷിക്കുന്ന ഗോൾ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ വകയായിരുന്നു. ചെൽസിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരം മികച്ച പോരാട്ടമായിരുന്നു. ചെൽസിക്കായിട്ട് മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ജാക്സണും മുഡ്രിക്കും ഗയേഗറും പാൽമറും ഒക്കെ ഒരുമിച്ചിറങ്ങിയപ്പോൾ മറുഭാഗത്ത് ഹോയ്ലൻഡിനെ മുന്നിൽ നിർത്തി. അദ്ദേഹത്തോടൊപ്പം അലയാൻഡ്രോ ഗർനാച്ചോ, ബ്രൂണോ ഫെർണാണ്ടസ്, ആൻ്റണി തുടങ്ങിയവരെ മുന്നേറ്റങ്ങൾ നയിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയാണ് എറിക് ടെൻ ഹാഗ് ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. കളിയുടെ 4-ാമത്തെ മിനിറ്റിൽ തന്നെ ഗയേഗറിലൂടെ ചെൽസി ലീഡെടുക്കുന്നു. 19-ാമത്തെ മിനിറ്റിൽ പാൽമറുടെ പെനാൽറ്റി ഗോൾ വന്നപ്പോൾ 2-0 ലീഡിലേക്ക് അവർ കടന്നുപോയി. പക്ഷെ പിന്നീട് കണ്ടത് യുണൈറ്റഡിൻ്റെ തിരിച്ചുവരവാണ്. 34-ാമത്തെ മിനിറ്റിൽ ഗർനാച്ചോയുടെ ഗോൾ വരുന്നു. തൊട്ടു പിന്നാലെ ബ്രൂണോ ഫെർണാണ്ടസ് കൂടി ഗോളടിച്ചപ്പോൾ ഇടവേള സമയത്ത് സ്കോർ ലൈൻ 2-2. രണ്ടാം പകുതിയിൽ 67-ാമത്തെ മിനിറ്റിൽ ഗർനാച്ചോയുടെ ബ്രേസ് പൂർത്തിയാകുന്നു. 3-2 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുന്നിൽ. അങ്ങനെ തന്നെ കളി പുരോഗമിച്ചു. 90 മിനിറ്റ് കഴിയുമ്പോഴും ആ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. പിന്നെ ഇഞ്ചുറി ടൈമിൻ്റെ 9 മിനിറ്റും യുണൈറ്റഡ് തന്നെ മുന്നിൽ. പക്ഷേ പിന്നീട് പെനാൽറ്റി ചെൽസിക്ക് അനുകൂലമായിട്ട് വരുന്നു. ആ പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് കോൾ പാൽമർ ടീമിനെ ഒപ്പമെത്തിക്കുന്നു. തൊട്ടു പിന്നാലെ ഒരു ഗോൾ കൂടി നേടി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഏതായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെട്ടു. ചെൽസിക്ക് ഒരു തകർപ്പൻ വിജയം നേടാനും കഴിഞ്ഞിരിക്കുന്നു. 28 ഷോട്ടുകളാണ് യുണൈറ്റഡിന് നേരെ ഉതിർക്കപ്പെട്ടതെന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ സീസണിൽ ഇപ്പോൾ ഏറ്റവും അധികം ഷോട്ടുകൾ ഫേസ് ചെയ്യുന്ന ടീമുകളുടെ ലിസ്റ്റിൽ ആവറേജ് ഷോട്ട് ഫേസ് ചെയ്തതിൻ്റെ ലിസ്റ്റ് എടുത്താൽ ഷെഫീൽഡിന് തൊട്ടു പുറകിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന കാര്യം കൂടി ഓർക്കുക. എന്തായാലും ഈ കളി തോറ്റതോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇപ്പോൾ പ്രീമിയർ ലീഗിൽ 30 കളികളിൽ നിന്ന് 48 പോയിന്റാണുള്ളത്. ചെൽസിക്കാവട്ടെ 29 കളികളിൽ നിന്ന് 43 പോയിന്റുണ്ട്. യുണൈറ്റഡ് 6-ാമതും ചെൽസി 10-ാമതുമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.